ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരുന്ന മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ രാജു മേനൻ വൈജയന്തിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ തിരിച്ച് പോവുകയാണ്, ഇനി എൻ്റെ ലീവൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതെങ്ങനെ ശരിയാവും, അപ്പോൾ ഇത്രത്തോളം ആയില്ലേ, ഇനി കുറച്ച് ദിവസം നിന്ന് ഇതിനൊരു ഒത്തുതീർപ്പാക്കി തരാനായിട്ടൊക്കെ വൈജയന്തി പറയുകയാണ്. ഇനി ഞാൻ എന്ത് ഒത്തുതീർപ്പാണ് ആക്കേണ്ടത്, ഞാൻ ഇതുവരെ ചെയ്തില്ല, അയാൾ അവളെയും പിക്ക് ചെയ്തുകൊണ്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും എനിക്കിനി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഞാൻ അമ്മയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ റൂമിൽ പോവുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, മോനെ ഇവിടെ എന്തൊക്കെയാണ് സംഭവം നടക്കുന്നത്, എനിക്കറിയില്ല, ഇനി ഈ കുടുംബം ഏത് രീതിയിലാവുന്നു എങ്ങനെ ആവുന്നു ഒന്നും അറിയില്ല, നീ എന്തായാലും ഇത്രയും വരെ എത്തിച്ചില്ലേ, ഇനി ഇതിനൊരു പരിഹാരം കൂടി കണ്ടിട്ട് പോകാനായിട്ട് പറയുകയാണ്. അപ്പോൾ എല്ലാം കൂടി എൻ്റെ തലയിൽ വെക്കുകയാണ് അമ്മേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അയാൾ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, ഇല്ലാത്ത ലീവ് എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് വൈജയന്തി വരികയാണ്. അപ്പോൾ ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, ബാലചന്ദ്രൻ അലീനയും കൂട്ടി വന്നാൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം, കൂടിപ്പോയാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും, അതിനപ്പുറമൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാജു മേനെ ചാടി എണീക്കുന്നത്, നീ എന്ത് വർത്താനാണ് പറയുന്നത്, നിന്നെ അങ്ങനെ നമ്മൾ ഭരണത്തിലേക്ക് വിട്ടുകൊടുക്കും, അതിനല്ല നിൻ്റെ 3 സഹോദരന്മാരിക്കുന്നതെന്ന് പറയണം. ഞാൻ ശിവേട്ടനായിട്ട് ആലോചിച്ചിട്ട് അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാണ്, അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക, നിനക്ക് അനുകൂലമായൊരു തീരുമാനമായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അത് ഉറപ്പാണല്ലോ എന്ന് ചോദിക്കണം. അത് ഉറപ്പായ കാര്യമാണെന്നും പറയുകയാണ്. എന്നിട്ട് രാജീവ് മേനൻ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ്. അപ്പോൾ രേവതിക്കുട്ടി പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രേസ് ആൻറ്റി മാവച്ചൻ അങ്കിൾ അതിനോടൊപ്പം ഇറങ്ങുകയാണ്. അപ്പോൾ വേറൊരിടം അല്ല പോകുന്നത്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ഹയർ സ്റ്റഡീസിന് പോവുകയാണ്. അപ്പോൾ +2 നല്ല മാർക്കോട് കൂടിയാണ് രേവതി ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകാൻ അന്ന് പറ്റില്ലായിരുന്നു, പിന്നെ ഇവർ അഡോപ്റ്റ് ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. എന്നിട്ട് രേവതിക്കുട്ടിയെ അലീനെ വിളിക്കുകയാണ്, അതായത് ബാലചന്ദ്രൻ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ ഗ്രേസ് ആൻറ്റി ചോദിക്കുക, നീ ആരെയാണ് വിളിക്കുന്നത്, അത് ഞാൻ അലീന ചേച്ചിയാണ് വിളിക്കുന്നത്, ഞാൻ ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് അലീന ചേച്ചിക്കായിരുന്നു ഒരുപാട് ആഗ്രഹം, അപ്പോൾ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ മാവച്ചൻ അങ്കിളും ഗ്രേസി ആൻറ്റിയും കൂടെ അവളെ കളിയാക്കുകയാണ്. അപ്പോൾ അതിന് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ മാമച്ചൻ അങ്കിളല്ലേ പറഞ്ഞ് ഫ്രണ്ടിനെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ച് വെച്ചാൽ അതൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ രേവതിക്കുട്ടിയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി വിഷമമാണെങ്കിൽ വാ, പെട്ടെന്ന് വാ, നമുക്ക് ഇപ്പോൾ തന്നെ കോളേജിലോട്ട് പോവാം, ഇനി സമയം വൈകിയ പ്രിൻസിപ്പൾ പോകണമെങ്കിലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ കോളേജിലെത്തിക്കുകയും കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളിനോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് രേവതിക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി നോക്കിയാണ്. അപ്പോൾ നല്ല മാർക്കൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ 2 സെമസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിലെ പരീക്ഷയും ഇപ്പോൾ രണ്ടാമത്തെ സെമസ്റ്റർ തുടങ്ങിയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയെടുക്കാൻ പറ്റണം, അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് പ്രിൻസിപ്പൾ. അപ്പോൾ ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറയുകയാണ്. എങ്കിൽ വെരി ഗുഡ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ അഡ്മിഷൻ്റെ എല്ലാ പ്രൊസീജിയറും ഞാൻ ചെയ്യാമെന്നും ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. അത് കഴിഞ്ഞ് ബബിത ഇങ്ങനെ ഉമ്മറത്തോട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു കാർ വരികയാണ്. അത് മറ്റാരുടെയും കാറല്ല, നമ്മുടെ ബാലചന്ദ്രൻ, അലീനയും നമ്മുടെ കൃഷ്ണജമോളും കൂടി വരികയാണ്. അപ്പോൾ കാറ് കാണുന്നതും അതിൽ നിന്ന് അലീന ഇറങ്ങുന്നതും ബബിത ഓടിച്ചെന്ന് അമ്മയോട് പറയുകയാണ്, അമ്മ അത് അവളെയും കൂട്ടി അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ വൈജയന്ത് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അമ്മ എന്തിനുള്ള തുറപ്പാണ്, ഞാൻ ഇന്ന് അവളെ വെച്ചേക്കില്ല, ഒരു തുറപ്പെടുത്ത് അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ എന്താ അച്ഛൻ മിണ്ടായിരിക്കുമെന്നാണ് അമ്മയ്ക്ക് തോന്നുന്നത്, അമ്മ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറയുകയാണ്. എന്തായാലും അച്ഛൻ്റെ തല്ല് കിട്ടും, മര്യാദയ്ക്ക് ഇരിക്കുന്നത് നല്ലതെന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയം ബാലചന്ദ്രൻ കടന്ന് വരികയാണ്. അതിനുശേഷം കൃഷ്ണജയും വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അലീന എല്ലാം കൊണ്ടുപോയ സാധനങ്ങളായിട്ട് തിരിച്ചു കയറി വരികയാണ്. അപ്പോൾ അലീനെ കാണതും വൈജയന്തിക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. ഇനി എന്താണ് താൻ ചെയ്യേണ്ടത്, താൻ നിസ്സഹായ നിൽക്കുകയാണല്ലോ എന്നുള്ള ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ വൈജയന്തിയുടെ വന്ന് പറയുകയാണ്, അപ്പോൾ നീ ഒരു കുറ്റവും ചെയ്യാത്ത അലീനെ നിൻ്റെ ആങ്ങളെയും സഹോദരങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടുകൂടി ഇവിടെ നിന്ന് വലിച്ചിറക്കിയാണ് വിട്ട്, അവളെ ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അവളുടെ ദേഹത്ത് ഒരു തരി മൺതരി പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല, മാത്രമല്ല നിനക്ക് അവളോട് സ്നേഹമായിട്ട് സന്തോഷമായിട്ട് ഇവിടെ കഴിയാമെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനും പറയുകയാണ്. എനിക്ക് അവളോട് സ്നേഹമായിട്ട് സന്തോഷമായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലെന്നും ഞാൻ എന്ത് വന്നാലും ഇവൾക്ക് എതിരായിരിക്കും എന്നൊക്കെ പറയുകയാണ്. എങ്കിൽ നിൻ്റെ അത് ദുരാഗ്രഹം മാത്രമായിരിക്കും എന്ന് പറയാം, ആ ദുരാഗ്രഹവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് വൈജയന്തി പറയുകയാണ്. മാത്രമല്ല ഈ വീട്ടിൽ ഇവള് വേണോ ഞാൻ വേണോ എന്നുള്ളത്
തീരുമാനിക്കേണ്ട കാര്യമാണെന്നും അത് ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ച ശേഷം അതിൻ്റെ മറുപടി പറയാമെന്നും പറയുകയാണ്. അപ്പോൾ എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എന്നിട്ട് അലീനയും കൂട്ടി നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രനെ കാണുമ്പോൾ മുത്തശ്ശിക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. കാരണം നീ തിരിച്ച് വന്നല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ തൊട്ട് പുറകെ അലീനയെ കാണുമ്പോൾ മുത്തശ്ശി ഒന്ന് അന്തം വിടുകയാണ്. ഈശ്വര, ബാലചന്ദ്രൻ അലീനയെ കൂട്ടി വന്നു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അലീനയെ തിരിച്ചു കൊണ്ട് വന്നെന്നും അപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയാണല്ലോ അവളെ ഇറക്കി വിട്ടതെന്നൊക്കെ അമ്മയോട് പറയുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കിടക്കുന്നത് ഞാൻ എങ്ങനെയാണ് ബാലചന്ദ്ര അവളെ പുറത്താക്കുന്നത്, കിടന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആ കമലേട്ടത്തിൽ അവിടെ വളരെയധികം കഷ്ടപ്പെട്ടല്ലേ ജീവിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടാണ് ഞാൻ വൈജയോട് പറഞ്ഞത് അമ്മ ഇവിടെ കൊണ്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹോം നേഴ്സിനെല്ലാം വെച്ചത്. അതിപ്പോൾ എനിക്കെതിരായി. ഇവളെ തൊലിവെളുപ്പും സൗന്ദര്യവും പിന്നെ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികളെ കണ്ടിട്ട് നിങ്ങളുടെ മോക്ക് സഹിക്കുന്നില്ല, അതാണ് പ്രശ്നം എന്നൊക്കെ പറയുകയാണ്. എന്തിനാ ബാല നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുക്കളപ്പുറത്ത് വെച്ച് ഞാൻ എന്തുമാത്രം ചോറ് നിനക്ക് വിളമ്പി തന്നിട്ടുള്ള, ഞാൻ നിന്നെ ജനിച്ചു തൊട്ടേ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ വിളമ്പിയതും വിളമ്പാത്തതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എന്നെ കുറേ കഴിപ്പിച്ചിട്ടുണ്ട്, അവസാനം എൻ്റെ അണ്ണാക്കിലോട്ട് കുത്തി ഇറക്കിയത് എനിക്കറിയാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് പിന്നെ അലീനയുടെ കാര്യം. അലീന ഇനി ഹോം നേഴ്സായിട്ടും ഇവിടുത്തെ സർവൻ്റായിട്ടും നിൽക്കാനല്ല വന്നത്, അലീനയെ ദത്തെടുത്തിരിക്കുകയാണ്, ഇനി അലീന എൻ്റെ മകളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി ഇതെല്ലാം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ്. എന്നിട്ട് ബബിതയെ വിളിക്കുകയാണ്. ബബിത ഇവിടെ വാ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ വീട് ആരുടെ പേരിലാണെന്ന് ചോദിക്കുകയാണ്. അത് അച്ഛൻ്റെ പേരിലാണ്. ഈ വീട്ടിലെ കുടുംബനാഥ ആരാണ്? അത് അച്ഛനാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാണ്? നിങ്ങളുടെ പഠിത്തം, മെഡിക്കൽ കെയർ, ഡ്രസ്സ്, ഫുഡ്, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നിങ്ങളുടെ അമ്മയാണോ? അല്ല, അച്ഛൻ തന്നെയാണ്. പിന്നെ ഈ വീട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, വെളിയിൽ നിന്ന് 2 ആൾക്കാർ വന്ന് അലീനെ ഇവിടെ നിന്ന് പുറത്ത് ഇറക്കി വിട്ടിട്ട് ഒരു വാക്ക് പോലും നിങ്ങൾ പറയാത്തത്. അപ്പോൾ അച്ഛനോട് ഒരു കൂറ് സ്നേഹം ഇല്ലല്ലേ നിങ്ങൾക്കെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ. ഇനി അലീനയെ ഇവിടെ നിന്ന് ആരും ഇറക്കി വിടാമെന്നുള്ള വിചാരം വേണ്ട, അലീനെ ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഇവിടുത്തെ ഹോം നേഴ്സിൻ്റെ പണി വീട്ടുജോലിയൊക്കെ ചെയ്യുന്നത് ഇനി അവളായിരിക്കില്ല എന്നും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വൈജയന്തി ഞെട്ടുകയാണെങ്കിൽ എന്ത് തീരുമാനങ്ങളായിട്ടാണ് എടുത്ത് വന്നിരിക്കുന്നതെന്നൊക്കെ ആലോചിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ രോഹിത്ത് നിൽപ്പുണ്ടായിരുന്ന രോഹിത്തിന് ഒരു മറുപടിയും ഇല്ല അച്ഛനോട് പറയാനായിട്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്